وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب قد آتيتني من الملك وعلى ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. العلم حياة الإسلام وعماد الدين. صدق رسول الله صلى الله عليه وسلم. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദര സഹോദരികളെ, ഒരു സുദീർഘമായ പ്രസംഗം ചെയ്യാൻ സമയമില്ല. ഇത് കഴിഞ്ഞ് തിരൂരിൽ പുതിയങ്ങാടി നടക്കുന്ന പരിപാടിയിൽ സംബന്ധിച്ച് ഉടനെ എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സുദീർഘ പ്രസംഗത്തിന് സമയമില്ല. നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്, മനുഷ്യനിർമ്മിത മതമല്ല. അല്ലാഹുവിന്റെ മതം, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എത്തിച്ചു തന്നു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. അവിടുന്ന് എന്താണോ തടയുന്നത്, വിരോധിക്കുന്നത്, അത് നിങ്ങൾ വർജിക്കുക, വെടിയുക. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ദീൻ മാറ്റി മറിക്കാനും ഭേദഗതി വരുത്താനും ആർക്കും അധികാരമില്ല. ഇന്നാ നഹ്നു നസ്സൽന الذِّക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ നമ്മളാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല അറിയിച്ചതിന്റെ അർത്ഥവും അത് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിനെ മാറ്റം വരുത്താതെ നിലനിർത്തണം. അതാണ് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ
ആശയ ആദർശം. അത് നാം കണ്ണോടിച്ചു നോക്കിയാൽ ഇസ്ലാമിന്റെ തുടക്കം മുതൽ ഇന്നുവരെ ഇസ്ലാം പ്രചരിച്ചതും പടർന്നു പന്തലിച്ചതും എല്ലാം മഹാന്മാരായ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ കറാമത്ത് കൊണ്ടാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ളം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണം നടന്നുകൊണ്ടിരിക്കുന്ന മാസമാണല്ലോ ഇത്. അതുകൊണ്ടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നാം നേരം വെളുത്ത് പത്രം വായിച്ചാൽ ഓരോ തലങ്ങളിലും വെടിവെപ്പ്, അടി, ബഹളം, കൊല തുടങ്ങി നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കാക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സൈന്യ കേന്ദ്രങ്ങളിൽ വരെ അക്രമികൾ കയറിപ്പറ്റി നമ്മുടെ ആളുകളെ കൊലപ്പെടുത്തി. ഈ ഒരവസ്ഥ ലോകത്ത് വർദ്ധിച്ചു വന്നാലും എവിടെയും സമാധാനമില്ല, എവിടെയും സന്തോഷമില്ല. അത് വരാതിരിക്കാൻ എന്താണ് മാർഗം? അത് ഇസ്ലാം ഇവിടെ എങ്ങനെ നിലനിന്നു എന്ന് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ടാണ് അവിടുത്തെ കാലത്ത് ഇസ്ലാം വെളിച്ചത്ത് വരികയും പ്രക്ഷോഭിതമാവുകയും ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരികയും ചെയ്തത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അല്ലാഹുവിന്റെ സഹായം ലഭിക്കുകയും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വലിയ വിശാലത ഫത്ഹ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്താൽ വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, മനുഷ്യന്മാർ കൂട്ടം കൂട്ടമായി അല്ലാഹുവിലെ ദീനിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് കണ്ടാൽ, ഓ നബിയെ, അഹങ്കരിച്ചു പോകണ്ട. ഒരു വലിയ അനുഗ്രഹം കാണുമ്പോൾ അഹങ്കരിച്ചു പോകണ്ട, മറിച്ച് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുക, അല്ലാഹുവിന് തഹ്മീദ് ചെയ്യുക. സുബ്ഹാനല്ലാഹ് എന്നും അൽഹംദുലില്ലാഹ് എന്നും വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് പൊറുക്കൽ തേടുകയും അസ്തഗ്ഫിറുല്ലാഹ് എന്നും പറയുക. മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. എന്ത് വിഷയത്തിൽ വിജയം കണ്ടാലും, ഇപ്പൊ നിങ്ങളൊരു ചെറിയ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു, ഈ നാടിനെ അപേക്ഷിച്ച് നല്ല നിലയിൽ ആളുകളെല്ലാം വന്നു, നല്ല പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ നാട്ടിലെ കാരണവന്മാരും വയസ്സന്മാരും ചെറുപ്പക്കാരും യുവാക്കളും എല്ലാം തടിച്ചുകൂടി അല്ലാഹു തആല നമുക്ക് ഇത് വിജയമാക്കി തന്നാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഫസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലണം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറും ചെയ്യുക. നമ്മുടെ വീട്ടിൽ ഒരു ആവശ്യമുണ്ടായി, അത് നന്നായി നിറവേറിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിച്ച് പറയുക. ഇങ്ങനെ നമുക്ക് അല്ലാഹു തആല ചെയ്യുന്ന എല്ലാ നിഅമത്തുകൾക്കും അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ആ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഉറക്കം എന്ന് പറയുന്നത് വലിയ നിഅമത്താണ്, മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്ന വലിയ നിഅമത്താണ്. ആ നിഅമത്ത് ഇല്ലാതായിപ്പോയാൽ തീർച്ചയായും മനുഷ്യൻ ക്ഷീണിതനായി രോഗിയായി. അപ്പൊ ആ ഉറക്ക് കിട്ടിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ
അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. ഭക്ഷണം കഴിച്ച് ദഹിച്ച് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നാൽ അൽഹംദുലില്ലാഹ്. അങ്ങനെ എല്ലാ സമയത്തും അൽഹംദുലില്ലാഹ് എന്ന് നാം പറയരുത്, നമുക്ക് സുന്നത്താണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് ആണ് ഇസ്ലാം മതം പ്രചരിച്ചത്. എന്തെല്ലാം മുഅ്ജിസത്താണ്, പറഞ്ഞാൽ തീരാത്ത മുഅ്ജിസത്തുകൾ ഉണ്ട്. നിങ്ങൾക്കറിയില്ലേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു, ഹിജറ പോകാൻ വേണ്ടി പുറപ്പെട്ടു. ഇടക്ക് ഖാർ ഖൗം എന്ന ഒരു ഗുഹയിൽ അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഖാർ ഖൗറിലേക്ക് അങ്ങോട്ടെത്തുമ്പോൾ അതിൽ വണ്ണാത്തൻ വലകളും ചണ്ടി ചവറുകളും ധാരാളം ഉണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ലാ തദ്ഖുലു വാന അദ്ഖുലു അവ്വലൻ, തങ്ങൾ ഇതിൽ കടക്കണ്ട, ഞാൻ ആദ്യമായി കടന്നു നോക്കാം. അങ്ങനെ ഗുഹയിൽ കടന്നു. അവിടെയുള്ള എല്ലാ ചണ്ടി ചവറുകളും എട്ടുകാലി വലയും സർവ്വസാധനവും നീക്കി. അതിന്റെ ഉള്ളിൽ ഒരുപാട് ഓട്ടകൾ ഉണ്ടായിരുന്നു. പാമ്പും തേളും പല സാധനങ്ങളും അതിന്റെ ഉള്ളിൽ താമസിക്കാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഓട്ടകൾ മുഴുവനും അവിടുത്തെ തട്ടം എടുത്ത് വലിച്ചു കീറി ഓരോന്നോരോന്നായി അടച്ചു. അവസാനം 2 ഓട്ട ബാക്കിയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ഖാർ ഖൗറിലേക്ക് കടക്കാൻ പറയുന്നു. കടക്കാൻ പറയുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ദാഹമുണ്ടായിരുന്നു. എനിക്കൊരല്പം വെള്ളം വേണ്ടിയിരുന്നു, എവിടെ നിന്നാണ് കിട്ടുക? നോക്കുമ്പോൾ 4 ഭാഗത്ത് നോക്കുമ്പോൾ വെള്ളമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അതാ ആ ഗുഹയുടെ അങ്ങേ അറ്റത്ത് പോയിട്ട് അവിടുന്ന് കുടിച്ചോ. ചെന്ന് നോക്കുമ്പോൾ അവിടെ നല്ല വെള്ളം, അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ള വെള്ളം, അബിയദ് മിനൽ ലബൻ, പാലിനേക്കാൾ വെള്ള നിറമുള്ള വെള്ളം, ഏറ്റവും മനോഹരമായ വെള്ളം അവിടെ കണ്ടു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വയറുവയെ കുടിച്ചു. എന്നിട്ട് ഗുഹയിലേക്ക് വന്നു അല്ലാഹുവിന്റെ ഹബീബിനെ ഇങ്ങോട്ട് കടത്തി. ഈ അടക്കാൻ ബാക്കിയുള്ള 2 ദ്വാരം, ആ 2 ദ്വാരത്തിലേക്കും കാലിന്റെയും വിരലുകൾ വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിൽ ഉറക്കുകയാണ്. മടിയിൽ തല വെച്ചുകൊണ്ട് തങ്ങൾ കിടക്കാൻ പറയുന്നു, ഉറങ്ങാൻ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. ആ സമയത്തതാ മുശ്രിക്കീങ്ങൾ മേൽഭാഗത്ത് കൂടെ ഇങ്ങനെ ഓടി വരുന്നു, വാണം കുരുക്കിയിട്ട് വരുന്നു. മുഹമ്മദ് എവിടെ എന്ന് വെച്ചിട്ട് അവരെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബിയെ, ശത്രുക്കളതാ വരുന്നു, അവരുടെ കാലിലേക്ക് അവരൊന്ന് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ, നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത്, നീ ഭയപ്പെടണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഒന്ന് ബേക്കലേക്ക് നോക്ക്. ബേക്കലേക്ക് നോക്കിയപ്പോൾ ഹുനാക ബഹറുൻ വസഫീന, അവിടെ അതാ നല്ല ഒരു കടൽ, ആ കടലിൽ കപ്പൽ വന്ന് തയ്യാറായി നിൽക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ, ആ മുശ്രിക്കുകൾ ഒരു പക്ഷേ ഇതിരങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് മറ്റേ വഴിക്ക് നമ്മുടെ കപ്പലിൽ കയറി പോകാം. അവര് വന്നില്ല. അവര് വരാൻ നോക്കിയപ്പോൾ അതാ ഇമാം ബൂസീരി പറഞ്ഞതുപോലെ, വന്നുൽ ഹമാമ വന്നുൽ അൻകബൂത അലാ ഖൈറുൽ ബരിയത്തി ലം തുൻസജ് വലം തഹുമി. നല്ല പ്രാവുകൾ ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുന്നു ഈ ഗുഹയുടെ ഭാഗത്ത്. അതേപ്രകാരം
ഇകൾ വല കെട്ടി, പഴയ തരത്തിലുള്ള വലകൾ കെട്ടി അത് മൂടിയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു, ഇത് ജനങ്ങളൊന്നും ഇതിന്റെ ഉള്ളിലില്ല, ഉണ്ടെങ്കിൽ എങ്ങനെയുള്ള വലകൾ ഉണ്ടാകാൻ പാടില്ല, പ്രാവുകൾ കുറുകാനും പാടില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നൂറുകണക്കിന് മുഅ്ജിസത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉണ്ടായി. അതിനുശേഷം അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിന്നത് സഹാബത്തിന്റെ കറാമത്ത്, അതിനുശേഷമുള്ള ഔലിയാക്കളുടെ കറാമത്ത്, അവരുടെ അമാനുഷിക സംഭവം, അവരുടെ സ്വഭാവം, അവരുടെ സഹിഷ്ണുത, ക്ഷമ, ഇതുകൊണ്ടാണ് ദീൻ നിലനിന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നാം എപ്പോഴും അള്ളാഹുവിന്റെ ഔലിയാക്കളെയും സാലിഹീങ്ങളെയും പ്രിയം വെക്കുന്ന ആളുകളായി തീരണം. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറ. കൂടാതെ ഏറ്റവും നല്ല സ്വഭാവം നമുക്കുണ്ടാവണം. അഖ്റബുന്നാസ് ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് മനുഷ്യരിൽ വെച്ച് അടുത്തിട്ടുള്ളവർ, അൻഫഉഹും ലിന്നാസ്, മനുഷ്യർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവരാണ്. മറ്റു മനുഷ്യർക്ക് കൂടുതൽ ഉപകാരം ചെയ്തു കൊടുക്കുന്നവൻ ആരോ അവനാണ് അള്ളാഹുവിലേക്ക് അടുത്തത്. അതുകൊണ്ട് നമ്മൾ ആരെയും ചീത്ത പറയാതെ, ആരെയും തെറി പറയാതെ, ആക്ഷേപിക്കാതെ നമ്മൾ ആകുന്ന അത്ര സഹായങ്ങളും നന്മകളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അതാണ്. മറ്റൊന്ന്, അഖ്റബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ. മറ്റൊരു ഹദീസിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാരാണോ അവരാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തത് എന്ന്. അതുകൊണ്ട് ഏറ്റവും നല്ല സൽ സ്വഭാവിയാകുക. ആ നിലക്ക് നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കും. ദീനിന് ചിട്ടയും അടുക്കും ചിട്ടയും എല്ലാം ഉണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും പടച്ചത് അല്ലാഹുവാണ്. പുരുഷന്മാർക്ക് കൊടുക്കാത്ത ഒരുപാട് പ്രത്യേകത സ്ത്രീകൾക്ക് അല്ലാഹു തആല കൊടുത്തു. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. പ്രത്യേകം പുരുഷന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു, നിങ്ങൾ സ്ത്രീകൾക്ക് ഗുണം ചെയ്യണം കേട്ടോ. സ്ത്രീകൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണമെന്നല്ല, ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഉപദേശം നിങ്ങൾ സ്വീകരിക്കണമേ. ഒരിക്കലും നിങ്ങൾ സ്ത്രീകളെ ആക്രമിക്കുകയോ അവരെ മോശമാക്കി തള്ളിവിടുകയോ ചെയ്യാൻ പാടില്ല. കാരണം സ്ത്രീകളുടെ ഹൃദയം വളരെ ലളിതമായ ഹൃദയമാണ്. പുരുഷന്മാരുടെ ഹൃദയത്തിന്റെ അത്ര കട്ടി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ചെറിയ ബുദ്ധിമുട്ട് പറ്റിയാൽ വല്ലാത്ത ദുഃഖമുണ്ടാകും. അതുകൊണ്ടാണ് പുരുഷന്മാരോട് പറയുന്നത്, നിങ്ങൾ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കരുത്, സ്ത്രീകളെ അടിക്കരുത്, സ്ത്രീകളെ ചീത്ത പറയരുത്, സ്ത്രീകൾക്ക് നിങ്ങൾ എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുക്കണം. അതേസമയത്ത് സ്ത്രീകളോട്, ഭാര്യമാരോട് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ഏറ്റവും അധികം ഭയപ്പെടണം എന്ന് മാത്രമല്ല, ലൗ ആമുറു അൻ യസ്ജുദ അഹദുൻ ലിഅഹദിൻ മിനൽ ഖൽഖ് ലഅമർതു النساء അൻ യസ്ജുദന ലഅമർതു النسوة അൻ യസ്ജുദന ലിഅസ്വാജിഹിന്ന. ഒരു മനുഷ്യൻ മറ്റൊരു മഖ്ലൂക്കിന് സുജൂദ് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നു എങ്കിൽ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ സ്ത്രീകളോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ ഒരാള് മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. മരിച്ചവർക്കും ചെയ്യാൻ പാടില്ല, ജീവിച്ചിരിക്കുന്നവർക്കും പാടില്ല. അല്ലാഹുവിന് മാത്രമാണ് സുജൂദ്. എന്നാൽ അഥവാ ഞാൻ കൽപ്പിക്കുമായിരുന്നു എങ്കിൽ സുജൂദ് ചെയ്യുന്നവർ ആരാണ്? സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യണോ? അത്രയും അധികം കടമയാണ് ഭാര്യമാർ ഭർത്താക്കളോട് ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ സ്ത്രീകൾക്ക് ചില പ്രത്യേകതയും പുരുഷന്മാർക്ക് മറ്റു ചില പ്രത്യേകതയും ഉണ്ട്.
രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഒരുപോലെയാണ് സ്ത്രീയും പുരുഷനും എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ അവർക്ക് തന്നെ ചെയ്തു കൊടുക്കണം. പുരുഷന്മാർക്ക് അവകാശങ്ങളുള്ളത് അവർക്കും വകവെച്ചു കൊടുക്കണം. അങ്ങനെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ആ പർദ സമ്പ്രദായവും സ്ത്രീകളായി തന്നെ നിന്ന് അവർ അന്യപുരുഷന്മാരിലേക്ക് ഇടകലർന്ന് വരാതെ അവരുടെ പർദയും ധരിച്ച് അവരുടെ വീട്ടിൽ നിൽക്കുന്ന അവരുടെ മറവ് അളിൽ നിൽക്കുന്ന ഈ സ്വഭാവം അത് നിലനിൽക്കുക തന്നെ വേണം. അത് എടുത്തു കളയാൻ പറ്റൂല. അങ്ങനെ പരിശുദ്ധ ഇസ്ലാം എന്ത് കൽപ്പിച്ചോ ആ കൽപ്പിച്ചത് മുഴുവനും നമുക്ക് ചെയ്യണം. അതുകൊണ്ട് സ്ത്രീകൾ പഠിക്കേണ്ടെന്നല്ല. ഇൻഷാ അല്ലാഹ് ഈ മദ്രസ എടുത്തു കഴിഞ്ഞാൽ രാവിലെ വന്ന് കുട്ടികൾ പഠിച്ച് 10 മണിയോടുകൂടി പോയാൽ പിന്നെ അടച്ചിടുകയല്ല. പിന്നെ അതിനുശേഷം സ്ത്രീകൾക്ക് ക്ലാസ് കൊടുക്കും ഒരു ദിവസം, മറ്റൊരു ദിവസം യുവാക്കൾക്ക് ക്ലാസ് കൊടുക്കും, മറ്റൊരു ദിവസം വയസ്സന്മാർക്ക് ക്ലാസ് കൊടുക്കും. അങ്ങനെ പല ക്ലാസുകളും കൊടുത്ത് നമ്മുടെ അഖീദ ശരിയായ നിലക്ക് നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഈ മദ്രസ മുഖേന നമുക്ക് ചെയ്യാൻ കഴിയും. അൽഹംദുലില്ലാഹ് അതിന് ആവശ്യമായ സ്ഥലം ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥലം നമുക്ക് നൽകിയ വ്യക്തിക്ക് ഏറ്റവും വലിയ പ്രതിഫലം നൽകി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് അല്ലാഹു തആല ഐശ്വര്യവും ബർക്കത്തും റാഹത്തും ചെയ്യുമാറാകട്ടെ. എവിടെയും ഖൈർ ചെയ്യുമ്പോൾ അതിനെ മുടക്കാൻ നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് ഈ ഖൈറായ ഒരു വിഷയം അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന, ഫിഖ് പഠിക്കുന്ന, തസവ്വുഫ് പഠിക്കുന്ന, പരിശുദ്ധ ദീൻ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി ഇങ്ങനെ സ്ഥലം നൽകിയിട്ടുള്ള വ്യക്തി അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഇനി ഇവിടെ കെട്ടിടം പൂർത്തിയാവണം. ആ പൂർത്തിയാവാൻ സംഭാവന ചെയ്യുന്നവർക്കും അല്ലാഹു തആല വലിയ നിഅമത്തും ബർക്കത്തും ചെയ്തു തരുമാറാകട്ടെ. ആരെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. സിംല കുഞ്ഞു മുഹമ്മദ് എന്ന ആള് 3 ലക്ഷം ഉറപ്പിക സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ദ്വാരക്കണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. മാനുപ്പ ഹാജി 1 ലക്ഷം റുപ്യ ആൺകുട്ടി വേണമെന്നുണ്ട്. അല്ലാഹു തആല ആൺകുട്ടികളെ കൊടുക്കട്ടെ. ആൾക്ക് ഒരുപാട് ആൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ആൺകുട്ടികൾ വേണമെന്ന് പറയുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു തആല നല്ലൊരു ആൺകുട്ടി പ്രദാനം ചെയ്യട്ടെ. ഗർഭം ധരിച്ചാൽ അന്ന് പറയണം പേര് വെക്കാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും. മുജീബ് ഹാജി 2 ലക്ഷം റുപ്യ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. അബ്ദുൽ ഹക്കീം 1 ലക്ഷം റുപ്യ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. മുഹമ്മദ് കുട്ടി ഹാജി മേലേതിൽ 100 ചാക്ക് സിമന്റ്. അവർക്ക് എത്ര വയസ്സായി? എന്നാലും മക്കളുണ്ടാവാം. അല്ലാഹു തആല എളുപ്പം ആയിക്കോട്ടെ. അങ്ങനെ സാധിച്ചു കൊടുക്കട്ടെ. മക്കളുണ്ടാവണമെന്ന് ഇവര് പറഞ്ഞപ്പോ വയസ്സായ ആളാണെങ്കിൽ പിന്നെ അവള് ദ്വാരം ശരിയാകും. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ബുഖാരിന്റെ ദർസിൽ വന്നിട്ട് ഒന്ന് ദ്വാരക്കാൻ പറ്റും. രാവിലെ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നത് കേട്ടോ. ആ ദർസിൽ വെച്ച് ദ്വാരക്ക കുട്ടികളുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇബ്രാഹിം ഹാജി മരിച്ചുപോയ 30,000 റുപ്യ മകൻ. അല്ലാഹ് ഇബ്രാഹിം ഹാജി വലിയ മുഹിബാണ്. നമ്മളെ അബൂദാബിയിൽ എവിടെയെങ്കിലും ചെന്ന് കേട്ടാൽ മൂപ്പര് മണത്തറിഞ്ഞ് അങ്ങനെ ഓടിയെത്തും. മൂപ്പരെ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനത്തെ വലിയ മുഹിബായി. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഖബറിനെ അല്ലാഹു സ്വർഗ്ഗതോപ്പായി കൊടുക്കട്ടെ. ഒരു ഭാര്യയും മോളും കൂടി ഞാവാജില്ല മോതിരവും വേറെന്തോ 2
അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൂക്കുകളും മാറ്റി കൊടുക്കട്ടെ. ഭാര്യന്റെ എല്ലാവിധ രോഗങ്ങളെ സുഖമായി കൊടുക്കട്ടെ. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹ് പൂർത്തിയായി കൊടുക്കട്ടെ. അതല്ല ആര് ഇനി സിമന്റ് ബാക്കി കുറച്ച് പറയട്ടെ. 100 ആയിട്ടുള്ളൂ. 3 ലോഡ് കല്ല് 50,000 റുപ്യ. അള്ളാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു തആല കബൂലാക്കട്ടെ. പിന്നെ സിമന്റ് അല്ല സിമന്റ് കുറച്ച് പറയും. 100 ചാക്കല്ലേ കിട്ടിയുള്ളൂ. വല്ല ഇപ്പൊ 2 ലക്ഷം പറഞ്ഞത്. ഇപ്പൊ 2 ലക്ഷം പറഞ്ഞു കഴിഞ്ഞല്ലായിരുന്നു. 100 ചാക്ക് സിമന്റ് ആയാലും എനിക്ക് ഇങ്ങനെ 100 ചാക്ക് സിമന്റ് ഇൻഷാ അല്ലാഹ്. അബ്ദുൽ സാഹിബ് നമ്മളെ പണ്ടത്തെ സ്ഥാനാർത്ഥിയല്ലേ? അള്ളാഹു തആല ഖൈറാക്കട്ടെ. അബ്ദുൽ ഖാദർ ജിദ്ദ ഓൺലൈൻ വഴിക്ക് 10,000 റുപ്യ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അബ്ദുറഹ്മാൻ സാഹിബ് ഇനി ആര് വേറെ ആരുണ്ട്? വേറെ ആരുണ്ട്? അപ്പുറത്ത് ആരുണ്ടോന്ന്? മുഹമ്മദാജി പൊന്മുണ്ടോ? 100 ചാക്ക് പറഞ്ഞില്ല തങ്ങളെ. 25 ചാക്കിനൊക്കെ ആളുണ്ടാവും. പകരം ഇസ്മായിൽ അജി 25,000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. വേഗം പറയും, എനിക്ക് പോണോ? മുഹമ്മദ് മുസ്ലിയാർ അല്ലേ? പാലക്കൽ മുഹമ്മദ് മുസ്ലിയാർ മെമ്പറാണ്. സുഖമില്ലായ്മൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അത് സുഖം മാറ്റി കൊടുക്കട്ടെ. 25,000 രൂപ. 25 ചാക്ക് സിമന്റ്. അഹമ്മദാജി 1 ലക്ഷം രൂപ. 25 ചാക്ക്. ഹംസക്കുട്ടി 25 ചാക്ക് സിമന്റ്. ഭാര്യന്റെ തലവേദന എല്ലാ അസുഖങ്ങളും അള്ളാഹ് മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു ശരിയായി കൊടുക്കട്ടെ. അള്ളാഹ്. PP അഹമ്മദാജി 1 ലക്ഷം രൂപ. ഞാൻ എൻ്റെ ഒരു കാലേ പെടുള്ളൂ. എത്ര തിരക്കിലാണ്. നിങ്ങൾ വേഗം നോക്കി. ഒരു കാല് കാറില്ല. 100 ചാക്ക് സിമന്റ്. ആര് സ്ഥലം തന്ന ആള്? അൽഹംദുലില്ലാ. 205 100 ചാക്ക് സിമന്റ്. മുഹമ്മദ് ആജി 100 ചാക്ക് സിമന്റ്. അപ്പൊ 300 ചാക്കായി. അൽഹംദുലില്ലാ. അബുവാജിന്റെ മകന് മദ്രസക്ക് ആവശ്യമായ ജനലിന്റെ ക്ലാസ്, ഹാർഡ്വെയർ സാധനങ്ങളെല്ലാം. അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാ ഖൈറായ ഉദ്ദേശം അല്ലാഹ് പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. കക്കട്ടിൽ മുഹമ്മദ് മുസ്ലിയാറിന്റെ മകൻ 25 ചാക്ക് സിമന്റ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഇനി ബാക്കി നിങ്ങൾ വാങ്ങിക്കൊടുത്തോ? ഇനി ബാക്കി നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. പണിക്കർ കൊണ്ട് ഹുസൈൻ കാക്ക 100 ചാക്ക് സിമന്റ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇനി മെറ്റൽ വേണം. കമ്പി മറ്റുള്ള മെറ്റൽ കമ്പിയോ? സഈദ 25 ചാക്ക് സിമന്റ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു. ഇവിടുത്തെ മമ്മലിയാരല്ലേ? മമ്മലിയാരുടെ മകന് അരീക്കാട് മുഹമ്മദ് മുസ്ലിയാരല്ലേ? അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ജ്യേഷ്ഠൻ അബ്ദുറഹ്മാൻ മുസ്ലിയാറുണ്ടായിരുന്നു അല്ലേ? അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവർക്കെല്ലാം അല്ലാഹു ദർജന ഏറ്റി കൊടുക്കട്ടെ. ഖബറിനെ അല്ലാഹു സ്വർഗ്ഗമായി കൊടുക്കട്ടെ. മണ്ഡകത്ത് മുഹമ്മദാജി 25 അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മുഹമ്മദ് മുസ്ലിയാറിന്റെ കൂടെ പഠിച്ച ആളാണ്. തലക്കടത്തൂര്.
വലിയ സ്നേഹമായിരുന്നു മരിക്കുന്നവരെ. മെറ്റല് പറഞ്ഞോളൂ. ഒരു ലോഡ് മെറ്റല് ബീക്കുട്ടി താത്ത സുഖമില്ലാത്തൊരു സ്ത്രീയുടെ പേരിൽ സുബ്ഹാനല്ലാഹ് ആ സ്ത്രീയുടെ രോഗം മാറ്റി കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. കെ പി സലാം 20 ചാക്ക് സിമന്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി മെറ്റൽ പറയും വേഗം. കരുവാറ്റിൽ കുഞ്ഞഹമ്മദ് ഹാജി 10 ചാക്ക് സിമന്റ്. അള്ളാഹു തആല അസുഖമൊക്കെ മാറ്റി കൊടുക്കട്ടെ. ആമീൻ. പച്ചവെള്ളം വേണ്ട, ചുടുവെള്ളം. സത്യയാക്ക സിമന്റ്. അള്ളാഹു തആല സുഖാക്കട്ടെ. അള്ളാഹു സുഖാക്കട്ടെ. അള്ളാഹു സുഖാക്കട്ടെ. പൂർണ്ണമായി സുഖാക്കട്ടെ. ആ വെള്ളം നോക്കില്ല ക്ലാസ്സില്. കയപ്പത്തൊടി കുഞ്ഞു ബീവി 1 ലോഡ് മെറ്റല്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. കെ പി അബ്ദുൽ ഹമീദ് 10,000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.